ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കാനാകുമെന്ന് പറയാറായിട്ടില്ല എന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഹ്രസ്വകാല കരാറിൽ കൂടിയ വിലയിൽ വൈദ്യുതി വാങ്ങാൻ ശ്രമം. നിയന്ത്രണങ്ങളിൽ ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി. UDF വന്നതോടെ സംസ്ഥാനത്ത് പവർ കട്ടെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. പാലക്കാട് പോത്തുണ്ടി നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച. ലിറ്റിഗേഷൻ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും വിധി. ഇന്ന് ചെന്താമരയെ നേരിട്ട് ഹാജരാക്കേണ്ടതില്ലെന്നും ഓൺലൈനായി ഹാജരാക്കിയാൽ മതിയെന്നും കോടതി പറഞ്ഞിരുന്നു. 6 വർഷം മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴുത്തറുത്താണ് കൊന്നത്. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു നാടിനെ നടുക്കിയ ഇരട്ടക്കൊല. ഭീകരബന്ധമുള്ള കള്ളപ്പണ ഇടപാട് കേസിൽ രാജ്യത്ത് വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ഉത്തർപ്രദേശ് ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലായി 13 സ്ഥലങ്ങളിൽ ED പരിശോധന നടത്തി. ഭീകരവാദത്തിനുള്ള ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം, കള്ളപ്പണ ഇടപാട് എന്നിവയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ട രേഖകൾ ചോർന്ന് ഡാർക്ക് വെബിൽ എത്തിയ സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ചോർന്ന രേഖകൾ ആണവ റിയാക്ടറുകളുടെ പ്രധാന സുരക്ഷാ സംവിധാനങ്ങളുമായോ ആണവ സുരക്ഷയുമായോ ബന്ധപ്പെട്ടതല്ല എന്നും പ്രധാന വിവരങ്ങൾ സുരക്ഷിതമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയിൽ ശാസ്ത്രജ്ഞരുടെ കൂട്ടരാജി. ഏതാനും മാസങ്ങൾക്കിടെ 100ഓളം പേർ രാജിവെച്ചു പോയെന്നാണ് റിപ്പോർട്ട്. ഗഗൻയാൻ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ഏറ്റവും നിർണായക ബഹിരാകാശ ദൗത്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലോകകപ്പിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാശിയേറിയ 2ാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. 2022 ഖത്തർ ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയ അർജന്റീന തുടർച്ചയായ 2ാം കിരീട പോരാട്ടത്തിനാണ് യോഗ്യത നേടിയിരിക്കുന്നത്. മലയിടം തുരുത്ത് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോജി M. ജോൺ നിർവഹിച്ചു. സർക്കാർ മേൽനോട്ടത്തിൽ 1000 സ്ക്വയർ ഫീറ്റിന്റെ 7 വീടുകൾ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഇറാന്റെ തുറമുഖങ്ങളിൽ US ഉപരോധം ശക്തമാക്കി. ഖാക് ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ടാങ്കർ US ആക്രമിച്ചു. അമേരിക്കയുടെ ആക്രമണങ്ങളിൽ ഇതുവരെ 35 പേർ കൊല്ലപ്പെട്ടതായും 300ഓളം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിക്കുന്നു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക ഇത്തവണത്തെ ഓണം ബമ്പറിനാണ്. 30 കോടിയാണ് ഒന്നാം സമ്മാനം. തിരുവോണ ബമ്പർ ടിക്കറ്റ് പുറത്തിറക്കി. ജൂലൈ 20 മുതൽ ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമാകും. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. അൽറീമിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം അൽറീമിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. 7 പേരുടെ പരിശോധനാ ഫലം പുറത്തുവരാനുണ്ട്. യൂട്യൂബർ തൊപ്പിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയെന്ന് പോലീസ്. തൊപ്പി എന്ന നിഹാദിന്റെ പാസ്പോർട്ട് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കളുടെ നഗ്നചിത്രങ്ങൾ പ്രദർശിപ്പിച്ചെന്നായിരുന്നു കേസ്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.